ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത്ര ഈസിയല്ല. ഈ ക്യാമ്പസ് മുഴുവൻ സോംബികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്നുള്ള ഒരു വിചാരവും വേണ്ട. അങ്ങനെ വല്ലതും ഉണ്ടായാലും തീർച്ചയായിട്ടും നീ മരിച്ചു പോകും. ആയിക്കോട്ടെ, പക്ഷേ എന്തെങ്കിലും ഒരിക്കലും ആഹാരം വെള്ളമില്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് തന്നെ മരിക്കേണ്ടി വരും. മാത്രമല്ല നമ്മളെ രക്ഷിക്കാനും ഇവിടെ എങ്ങും ആരും വരാനും പോകുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ കിടന്ന് തന്നെ ചാവുന്നത്? തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ മതിയാകൂ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ടീമായിട്ട് വർക്ക് ചെയ്യണം. ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കൂ. അത് കേട്ടതും നാവാക്കി അതിന് സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ സമ്മതിച്ചെങ്കിലും അവൾ സകല കാര്യത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് നോക്ക്, നിങ്ങൾ ഇവിടെ തന്നെ ജീവിച്ച് ഈ സ്ഥലവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾ ആരും ശ്രമിക്കാത്തത്. ഇത് കേട്ടതും യൂറിക്ക് നല്ല ദേഷ്യം വരുന്നു. കാര്യമറിയാതെ നീ വെറുതെ കിടന്ന് സംസാരിക്കരുത്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മിക്കു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് അരിസ അവളെ കണ്ടുകൊണ്ട് ഓടി വരുന്നത്. കാര്യമറിയാതെ അവളും അന്തം വിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് എല്ലാവരും സോംബികളായി മാറിയിരിക്കുന്നുവെന്ന്. മാത്രമല്ല അവളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത് അരിസുവാണ്. പക്ഷേ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്കാണ് ഒരു പെണ്ണ് സോംബിയായിട്ട് മാറി മിക്കുവിനെ കടിക്കാൻ വരുന്നത്. അവൾക്ക് കടിയേൽക്കാതിരിക്കാൻ വേണ്ടി അരിസ കുറുക്കിന് കൈകൊണ്ട് വെക്കുന്നു. അത് കാരണം ആ കടി കിട്ടിയത് അവനാണ്. ഒരു വിധത്തിലാണ് അവൻ മിക്കുവിനെ രക്ഷിച്ച് ടെറസിന് മുകളിൽ കൊണ്ടുവരുന്നത്. മാത്രമല്ല സകല സോംബികളും ഇവർ പിറകെ വരുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് സോംബികളെല്ലാം ഉള്ളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അവിടുത്തെ കഥ കടക്കാൻ പറ്റി. പക്ഷേ അരിസുവിന് ഒരു സോംബിയുടെ കടി കിട്ടിയിരുന്നില്ലേ? അത് കാരണം അവന് കുറേശ്ശെയായിട്ട് ഒരു സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോംബിയായി മാറി അവന്റെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ട് അവന് മിക്കുവിനെ കടിക്കാനായിട്ട് വന്നതും കയ്യിലുണ്ടായിരുന്ന ഒരു പാര വെച്ച് മിക്കു അവന്റെ തലക്കിട്ടൊരു ഒറ്റയടി. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്ടുപോയത്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂറി ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ടും ആ കിറുക്കി പെണ്ണിന്റെ തലയിലിട്ടൊന്നും കേറുന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തതും അവൾ ആ സ്കൂളിലുള്ള സകല സ്പീക്കറുകൾ ഓണാക്കി വിടുന്നു. അത് കാരണം ശബ്ദം കേട്ട് സോംബികൾ എല്ലാവരും കൂടി ഒരു മൂലയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗ്യാപ്പ് നോക്കി നാവാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോഴോ നമ്മുടെ മിക്കുവിന്റെ ഫ്രണ്ടില്ലേ, അവൾ ഇവളുടെ തൊട്ട് പിറകെ ചെല്ലുന്നു. ക്ലാസ് ടൈമിൽ നീ ഇത് എങ്ങോട്ട് പോകുക? ഇവളെ സംബന്ധിച്ച് ഈ സ്കൂളിലെ സോംബികളൊന്നും ഇല്ല എന്നല്ലേ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ക്ലാസ് ടൈമോ? ആദ്യം നിന്റെ ഈ അഭിനയം നിർത്ത്. ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നു.